നമസ്കാരം. എല്ലാ കാലത്തും ഇന്ത്യയുമായി ഏറ്റവും മികച്ച ബന്ധം പുലർത്തിയിരുന്ന രാജ്യമായിരുന്നു സോവിയറ്റ് യൂണിയൻ. പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാനെത്തിയ ഘട്ടങ്ങളിലൊക്കെ തന്നെ ഇന്ത്യക്ക് എല്ലാവിധ സഹായങ്ങളുമായി റഷ്യ നമുക്കൊപ്പമുണ്ടായിരുന്നു. അതുപോലെ ഇന്ത്യയുടെ പ്രതിരോധ നിർമ്മാണ മേഖലയിലും ബഹിരാകാശ മേഖലയിലുമൊക്കെ തന്നെ ഒരുപാട് സഹായങ്ങൾ സോവിയറ്റ് യൂണിയൻ നമുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും പിന്നീട് സോവിയറ്റ് യൂണിയൻ വിഭജിക്കപ്പെട്ട് പല രാജ്യങ്ങളായി മാറിയെങ്കിലും അതിലേറ്റവും പ്രധാനപ്പെട്ട റഷ്യയുമായി ഇന്നും ഇന്ത്യക്ക് ഏറ്റവും നല്ല ബന്ധം തന്നെയാണ് ഉള്ളത്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് വളരെ അഗാധമായ സുഹൃത്ത് ബന്ധമാണ് ഉണ്ടായിട്ടുള്ളത്. അതേസമയം ഇന്ത്യ ഇന്ന് പ്രതിരോധ മേഖലയിൽ ഏറ്റവും സ്വയം പര്യാപ്തത കൈവരിച്ച രാജ്യങ്ങളിലൊന്നായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ നിർമ്മിക്കുന്ന ആയുധങ്ങളും മറ്റ് പ്രതിരോധ ഉപകരണങ്ങളുമൊക്കെ തന്നെ ഒരുപാട് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള ഒരു സ്ഥിതി നമുക്ക് ഇന്നിപ്പോഴുണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഒരു പുതിയ വാഗ്ദാനവുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്തെത്തിയിരിക്കുന്നത്. റഷ്യയുടെ 5ാം തലമുറ യുദ്ധവിമാനമായ സുഖോയ് 57 നിർമ്മിക്കാൻ ഇന്ത്യയുമായി ഒരുമിച്ച് ചേർന്ന് തങ്ങൾ തയ്യാറാണ് എന്നാണ് ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന വാർത്താ ഏജൻസികളുമായി സംസാരിക്കുന്ന വേളയിലാണ് അദ്ദേഹം ഇന്ത്യക്ക് മുന്നിലേക്ക് ഈ ഒരു വലിയ ഓഫർ വെച്ചിരിക്കുന്നത്. നേരത്തെ ഇന്ത്യ റഷ്യയിൽ നിന്ന് സുഖോയ് യുദ്ധവിമാനങ്ങൾ വാങ്ങിയിരുന്നു. അതുപോലെ സുഖോയ് 57 പോലെയുള്ള സ്റ്റെൽത്ത് വിമാനങ്ങൾ, അതായത് റഡാറിൻ്റെ കണ്ണ് വെട്ടിച്ച് പറക്കാൻ ശേഷിയുള്ള യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് ആവശ്യമാണ്. കാരണം നമ്മളെ തൊട്ടടുത്തുള്ള രാജ്യമായ ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ചാരപ്പണി പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ അത്യന്താധുനിക സംവിധാനങ്ങളുണ്ട്. അവർ പ്രതിരോധ മേഖലയിൽ തന്നെ അവർ വലിയ തോതിലുള്ള നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ളതാണ്. ചൈനയുടെ കൈവശം എന്തൊക്കെ ആയുധങ്ങളാണ് ഉള്ളതെന്നുള്ള കാര്യം ഇപ്പോഴും ലോകത്ത് കൃത്യമായി അറിയില്ല എന്നുള്ള സ്ഥിതി കൂടിയുണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ എല്ലായ്പ്പോഴും നമ്മുടെ അതിർത്തികൾ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള വിമാനങ്ങൾ ഇന്ത്യയുടെ കൈവശം ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ആ ഒരു ചിന്തയിൽ ഇന്ത്യ നേരത്തെ റഷ്യയുമായി ചേർന്ന് പല സംയുക്ത സംരംഭങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും ഇന്ത്യ ഈ പുടിൻ്റെ വാഗ്ദാനത്തോട് ഇനിയും പ്രതികരിച്ചിട്ട് ഒരുപക്ഷെ നാളെ പ്രതികരിക്കാമായിരിക്കാം. പക്ഷേ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്വയം പര്യാപ്തത കൈവരിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആത്മനിർഭർ ഭാരത് എന്നുള്ള പദ്ധതി ഉൾപ്പെടുത്തി പരമാവധി തദ്ദേശീയമായി തന്നെ പ്രതിരോധ മേഖലയിലെ യന്ത്രങ്ങളും വിമാനങ്ങളുമൊക്കെ തന്നെ നിർമ്മിക്കാനുള്ള ശേഷി നമ്മൾ കൈവരിച്ച് കഴിച്ചിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ റഷ്യ പറയുന്നത് നമ്മുടെ രീതികളനുസരിച്ച് ഇന്ത്യയുടെ നിർമ്മാണ രീതികൾക്ക് അനുസൃതമായ രീതിയിൽ തന്നെ സുഖോയ് 57 വിമാനം നിർമ്മിക്കാം എന്നാണ്. ഇത് വലിയ തോതിലുള്ള ഒരു വാഗ്ദാനമാണ്. പക്ഷേ ഇത് പാശ്ചാത്യ രാജ്യങ്ങളെ ശരിക്കും ഞെട്ടിപ്പിക്കും എന്ന് തന്നെയാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഇന്ത്യ ഇപ്പോൾ ഫ്രാൻസ്, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള യുദ്ധവിമാനങ്ങളും വാങ്ങുന്നുണ്ട്. അതുപോലെ നമ്മൾ സ്വന്തമായ വിമാനങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യക്ക് അല്ലെങ്കിൽ ഇന്ത്യയുമായി ചേർന്ന് നിന്ന് ഇത്രയും വലിയ സഹകരണം നടത്താൻ താല്പര്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ മികച്ച നയതന്ത്ര ബന്ധത്തിൻ്റെ ഒരു വിജയം കൂടിയാണ്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കളുമായൊക്കെ തന്നെ പുലർത്തുന്ന മികച്ച വ്യക്തിബന്ധത്തിൻ്റെ കൂടി ഒരു ഉദാഹരണമായി അല്ലെങ്കിൽ തെളിവായി മാറുകയാണ് റഷ്യൻ പ്രസിഡന്റിൻ്റെ ഈ ഒരു വാഗ്ദാനം. ഇന്ത്യ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ 2030 ആയാൽ മാത്രമേ ഇതിൻ്റെ നിർമ്മാണ പ്രക്രിയ പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇനിയും അതിന് സമയമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷേ റഷ്യയുമായി ചേർന്ന് ഇന്ത്യ സുഖോയ് 57 എന്ന ഈ 5ാം തലമുറ യുദ്ധവിമാനം നിർമ്മിക്കുന്ന കാര്യത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ലോകതലത്തിൽ തന്നെ എല്ലാവരും ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത്. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ഇതിനോട് അനുകൂലമായി പ്രതികരിക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ വളരെ തന്ത്രപൂർവ്വമായി അല്ലെങ്കിൽ വളരെ സൂക്ഷിച്ചായിരിക്കും ഇന്ത്യ ഈ വിഷയത്തിൽ ഇടപെടുക എന്നും ചില പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാരണം പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ നമ്മൾ വിമാനങ്ങൾ ഇപ്പോൾ വാങ്ങുന്നുണ്ട്, യുദ്ധോപകരണങ്ങൾ വാങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഒരുപക്ഷേ ഇന്ത്യ ഈ വാഗ്ദാനം സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഈ ദിവസങ്ങളിൽ തന്നെ അറിയാൻ കഴിയും എന്നാണ് പ്രതിരോധ വിദഗ്ധർ കണക്ക് കൂട്ടുന്നത്. മാത്രമല്ല അമേരിക്കയുടെ 5ാം തലമുറ യുദ്ധവിമാനങ്ങളോട് കിടപിടിക്കുന്ന ശേഷി റഷ്യയുടെ ഈ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾക്കുണ്ടോ എന്നുള്ള സംശയം ഇന്ത്യയിലെ പ്രതിരോധ വിദഗ്ധർ നേരത്തെ പല ഘട്ടങ്ങളിലായി ഉന്നത കേന്ദ്രങ്ങളിൽ ധരിപ്പിച്ചിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഏതായാലും പുടിൻ ഇന്ത്യയെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഇന്ത്യയോട് എന്നും ഒരുമിച്ച് സഹകരിക്കാൻ അദ്ദേഹം താല്പര്യപ്പെടുന്നു എന്നുള്ളതിൻ്റെ മികച്ച ഉദാഹരണമായി മാറുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പുതിയ വാഗ്ദാനം.